കുട്ടികൾക്കായാലും അതുപോലെ മുതിർന്നവർക്കായാലും ഒരുപോലെ അവരുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാവുന്നൊരു സിമ്പിൾ പാക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വെയിറ്റ് കൂടുന്നില്ല എന്നൊക്കെ പരാതിയുള്ളവരാണെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ബെസ്റ്റ് റിസൾട്ട് കിട്ടിയിരിക്കും. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്ത് നോക്കുക, എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക. ജസ്റ്റ് ഒരു 2 വീക്സ് നിങ്ങളൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ വെയിറ്റ് അത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് പാലാണ്. പാൽ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഒരു അരക്കപ്പോളം ഓട്സ് കുക്ക് ചെയ്തെടുക്കുക. ഓട്സ് നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ കുക്ക് ചെയ്തെടുത്താലും മതിയാകും. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടിയിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പാൽ യൂസ് ചെയ്യുക. പാൽ ഇഷ്ടമില്ലെങ്കിൽ മാത്രമേ, ഇപ്പോൾ ഒരുപാട് പേരൊക്കെ പറയാറുണ്ട് കഫക്കെട്ടിൻ്റെ അസുഖമുള്ളവർ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ചിലവർക്ക് പാൽ ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊക്കെ പകരമായിട്ട് ഓട്സ് ഒരു അരക്കപ്പോളം കുക്ക് ചെയ്തിട്ട് നോർമൽ വാട്ടറിൽ കുക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാം. ഇനി പാൽ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം പശുവിൻ പാൽ കിട്ടുവാണെങ്കിൽ അതെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാക്കറ്റ് കവർ പാലാൽ എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലോട്ട് ഞാനിപ്പോൾ ഓട്സ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളിപ്പോൾ നേരത്തെ ഓട്സ് ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്ത് എടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാത്രം എടുത്താൽ മതിയാകും. ഇല്ല, പാല് മാത്രമായിട്ട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പാലെടുക്കുക. അതിലോട്ട് നിങ്ങൾക്ക് ഓട്സ് കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങളിപ്പോൾ ഓട്സ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചൊക്കെ എടുത്ത് വച്ചിട്ടുള്ളതാണെങ്കിൽ ജസ്റ്റ് ഒരു 1-1.5 ടേബിൾ സ്പൂണോളം ഓട്സിൻ്റെ പൗഡർ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്സും പാലും കൂടി കുക്ക് ചെയ്തിട്ട് അതൊരു അരക്കപ്പോളം എടുത്താലും മതിയാകും. ഏതായാലും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ എടുക്കാം. ഇനി ഇതിലൂടെ നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നട്ട്സാണ്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സും ചേർത്ത് കൊടുക്കാം. പീനട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടും. നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു നട്ട്സാണ് പീനട്ട്സ്. അപ്പോൾ മാക്സിമം പീനട്ട്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. നിങ്ങൾക്ക് ഇത് തൊലിയോട് കൂടിയിട്ടുള്ള പീനട്ട്സ് ആയാലും ഇല്ലാത്തതായാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അതിനൊരു കുഴപ്പമില്ല. ഏതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലൂടെ നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് സീഡ്സ് ആണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് സീഡ്സ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ സീഡ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പംകിൻ സീഡ് ചേർത്ത് കൊടുക്കാം, വാട്ടർമെലൺ സീഡ്സ് ചേർത്ത് കൊടുക്കാം. ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സീഡ്സ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ മസ്റ്റായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ബനാന. നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ബനാന. അപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസ് ബനാന ചേർത്ത് കൊടുക്കുക. ചെറുതാണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 2 എണ്ണം വരെ നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു രീതിയിൽ നിങ്ങൾ കഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ആ ഒരു വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഇത്. ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ബനാന ഇതുപോലെ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ നമ്മൾ ഇതിലോട്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് കോഫി പൗഡർ. ഇത് നിങ്ങളുടെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ. നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കോഫി പൗഡർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ ഏതായാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ല കുറുകിയ രീതിയിൽ തന്നെ നിങ്ങൾ ഒരു ഗ്ലാസ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ കുടിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കുടിക്കുക. ജസ്റ്റ് ഒരു 1-2 ദിവസം കുടിച്ചു എന്ന് കരുതിയിട്ട് നമ്മുടെ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് പോകണില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 വീക്സ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതും കുടിക്കുക. ഇതോടൊപ്പം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക. അതുപോലെ ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തുക. അതുപോലെ നമ്മൾ കുറേ നട്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയും കൂടിയിട്ട് നിങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടുക. അതോടൊപ്പം നിങ്ങൾ ഇതും രാവിലെ ഒരു ഗ്ലാസ് കുടിക്കുക, രാത്രിയും ഒരു ഗ്ലാസ് കുടിക്കുക. അങ്ങനെ ഒരു ദിവസം ഒരു 2 വട്ടമെങ്കിലും നിങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എങ്കിലായിരിക്കും നമുക്ക് നമ്മുടെ പെട്ടെന്നുള്ള ആ ഒരു വെയിറ്റ് ഗെയിൻ റിസൾട്ട് കിട്ടുള്ളൂ. ഇതുപോലത്തെ ഒരുപാട് നമ്മൾ വെയിറ്റ് ഗെയിൻ റെസിപ്പീസൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണുന്നതിനാണെങ്കിൽ ജസ്റ്റ് അതുകൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ജസ്റ്റ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു.